ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സീരിയൽ സംവിധായകൻ ആദിത്യൻ 2 വർഷം മുൻപാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന് അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ അന്ന് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ചെറുതായിട്ട് ആരോപിക്കുകയൊക്കെ ഉണ്ടായി. വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായില്ല, ചെറിയ രീതിയിൽ അതങ്ങ് പോയി. അപ്പൊ അദ്ദേഹം അന്ന് വളരെ പ്രശസ്തമായ ഒരു സീരിയലിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയലിന്റെ ഡയറക്ടർ ആയിരുന്നു. അതിനു മുൻപ് അദ്ദേഹം വാനമ്പാടി എന്ന് പറയുന്ന സീരിയൽ, ആകാശദൂത് പറയുന്ന സീരിയൽ, അങ്ങനെ ഒത്തിരി സീരിയലുകൾ ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മരണം ഭയങ്കരമായിട്ട് എല്ലാവരും ഞെട്ടിച്ച ഒന്നായിരുന്നു. കാരണം കുറേ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് നല്ലൊരു പ്രായത്തിൽ ഒരു 47 വയസ്സൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. അന്ന് കുറച്ച് ഇങ്ങനത്തെ വിവാദങ്ങളൊക്കെ കഴിഞ്ഞുപോയി. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കള് ഒക്കെ ആയിട്ട് അവരവരുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങി. ഇപ്പൊ വീണ്ടും അദ്ദേഹം വാർത്തയിൽ നിറയാൻ കാരണം എന്താ വെച്ചാല്, അദ്ദേഹത്തിന്റെ ഭാര്യ കുറച്ച് ദിവസം മുൻപ് കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ പോസ്റ്റുകളൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റില് അവരെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ള പോലെ, അവർക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിരുന്ന പലരും ഹെൽപ്പ് ചെയ്യുന്നില്ല. അവരുടെ ആദിത്യന്റെ മക്കള് അച്ഛന്റെ സുഹൃത്തുക്കൾ സഹായിക്കുന്നു പ്രതീക്ഷിച്ചു, പക്ഷെ അവരുടെ അടുത്ത് നിന്ന് സഹായം കിട്ടിയില്ല. അല്ലാതെ കിട്ടാൻ മാത്രം ഉള്ള ആളല്ല അച്ഛൻ എന്നുള്ളൊരു വിഷമം അവർക്ക് ഉണ്ടാവുന്നു എന്നൊക്കെ ഉള്ള പോലെ ഒരു പോസ്റ്റ് ഇടണ്ടായി. അപ്പൊ അവര് ആദിത്യം മരിക്കുന്ന സമയത്ത് അവരുടെ വീട് പണി നടക്കുകയായിരുന്നു. ആ വീട് പണി നടക്കുന്ന സമയത്ത് അതിന് വീട് പണിയാൻ വേണ്ടി എടുത്ത ലോണും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ അതുകൊണ്ട് അവർ ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതകളുള്ള സമയമായി പിന്നീടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഇവര് സാമ്പത്തിക ബാധ്യതയിൽ പെടുന്നത്. പിന്നീട് അവർ പോസ്റ്റുകളൊക്കെ ഇട്ടു, അവരെ പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്ത, സത്യത്തിൽ ആ പോസ്റ്റുകൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. എല്ലാവരോടും നന്ദി പറഞ്ഞിട്ട പോസ്റ്റാണ്. പക്ഷെ അതിൽ ഫീസ് അടയ്ക്കാൻ സഹായിച്ച മാമനോട് മക്കൾ നന്ദി പറയുന്നു, അങ്ങനെയൊക്കെ ഉള്ള പോലത്തെ അത് നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എടുക്കാം. എന്തായാലും നന്ദിയുടെ പോസ്റ്റ് തന്നെ ആയിരുന്നു തോന്നുന്നു. അപ്പൊ അവര് വളരെ എല്ലാ കാര്യത്തിലും അവർ സഹായങ്ങൾ സ്വീകരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ സഹായങ്ങൾ കുറച്ചൊക്കെ കിട്ടിയിരുന്നു. അതിനവർ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിപ്പോ ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവരൊരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അപ്പൊ അതിൽ കുറേ പ്രധാനപ്പെട്ട കുറച്ച് വിവാദമാവുന്ന കുറെ അലിഗേഷൻ ഉണ്ടായിരുന്നു. അവര് സംവിധായകൻ ഈ ആദിത്യനെ വിവാഹം കഴിക്കുന്നു. അവരുടെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. വീട്ടുകാരുടെ താല്പര്യമില്ലാതെ നടന്നൊരു വിവാഹമായിരുന്നു അത്. ആദിത്യൻ എന്തോ ക്രിസ്ത്യനും ഇവര് ഹിന്ദു അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെയാണ് അവർ വിവാഹം നടന്നത്. അതിന് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വീട്ടുകാരൊക്കെ യോജിച്ചതായിരുന്നു. അങ്ങനെ നല്ലൊരു ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. ആദ്യത്തെ നല്ല നല്ല സീരിയലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ ഇടയിൽ അവരുടെ സീരിയലിന്റെ സെറ്റുകളിലൊക്കെ ഇവർ പോവുമായിരുന്നു എന്ന് പറയുന്നു. എല്ലാ സീരിയലിന്റെ സെറ്റിലും ചെല്ലുമായിരുന്നു. ആദ്യത്തിനെ അത്രയും അവർ കെയർ ചെയ്തിരുന്നു എന്ന് പറയുന്നു. അതിനിടയിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു വില്ലൻ കഥാപാത്രം കടന്നു വരികയാണ്. അപ്പൊ നമ്മളൊക്കെ അറിയുന്ന വ്യക്തിയാണ് ആ കടന്നു വന്ന വ്യക്തി. അതൊരു സ്ത്രീയാണെന്ന് അവർ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു. ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു? അതൊരു ലേഡി ആയിരുന്നു. ബിഗ് ബോസ് താരമായിരുന്നു. പേര് അറിയായിരിക്കും. വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ. ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. നമ്മൾ ബിഗ് ബോസിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് സീരിയലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ ദേവി ഭാവം എന്നൊക്കെ ഓർക്കുമ്പോൾ ചിന്തിക്കാറുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സീരിയലൊക്കെ ചെയ്യാൻ അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഞങ്ങൾക്ക് അറിയുണ്ടാവും. സുചിത്ര നായർ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ചാണ് അവർ ഈ പറഞ്ഞ അലിഗേഷൻ. സുചിത്ര നായരും ഈ ആദിത്യനും തമ്മിലുള്ള ബന്ധം ഇവരുടെ ഇടയിൽ, ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഒരു വിള്ളൽ വീഴ്ത്തുകയും ചെയ്തു. അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ സുചിത്ര നായരുമായിട്ട് അവിഹിതം എന്നുള്ള രീതിയിൽ പറയുന്നില്ലെങ്കിലും സുചിത്ര നായരുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സൗഹൃദം, അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സാമ്പത്തികമായിട്ട് നഷ്ടം സംഭവിച്ചു. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സുചിത്ര നായർ മുതലെടുത്തു എന്നോ, അല്ലെങ്കിൽ സുചിത്ര നായർ പറഞ്ഞ ആരെയോ ആദിത്യൻ സഹായിച്ചു എന്നോ, ലക്ഷങ്ങൾ സഹായിച്ചു. അങ്ങനെയാണ് ഇപ്പൊ ഈ ആദിത്യന്റെ വൈഫ് രോണു എന്ന് പറയുന്ന അലിഗേഷൻ. അപ്പൊ അവർ തമ്മിൽ പ്രശ്നങ്ങളായി, ആദിത്യനും വൈഫും തമ്മിൽ പ്രശ്നങ്ങളായി. സുചിത്ര നായരുടെ പേര് പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി. അങ്ങനെ ആദിത്യനും ഭാര്യയും എപ്പോഴും പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവര് പൊതുവെ ആദിത്യന് കുറച്ച് ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. രാത്രിയൊക്കെ ഒരുപാട് ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം ഉണ്ടായിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഛർദ്ദിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അന്ന് അവര് തമ്മിൽ എന്തോ വഴക്ക് നടന്നിട്ട് ആദിത്യനും വൈഫ് രോണും വേറെ വേറെ റൂമിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ റൂമിൽ നിന്ന് ശബ്ദം കേട്ട്, ഉറക്കനെ രോണു എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ട് ഇവർ ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം നെഞ്ചൊക്കെ തടവിക്കൊണ്ട് ഭയങ്കര വേദനയോടുകൂടെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം വേണമെന്ന്
പറഞ്ഞു. ഇവർ ചൂടുവെള്ളം ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് പോയി. അപ്പോൾ റൂമിൽ നിന്ന് കൃഷ്ണ എന്ന് പറഞ്ഞ് ദൈവത്തിനെ വിളിക്കുന്നതായിട്ട് കേട്ടു. അപ്പോൾ അവർ തിരിച്ചു ഓടി വന്നപ്പോൾ ഇദ്ദേഹം ഭയങ്കര അവശ നിലയിൽ നിലത്ത് വീണ് കിടക്കുന്ന പോലെ, വീഴാൻ പോകുന്ന അവസ്ഥയിലോ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ താങ്ങി പിടിച്ചു. അവർക്ക് ഒറ്റയ്ക്ക് സാധിച്ചില്ല. മോനെയും വിളിച്ചു. മോനും കൂടെ താങ്ങി പിടിച്ച് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു കാറ് വന്ന് നിന്നു. അപ്പോൾ മോനോട് പറഞ്ഞു ആരാ പോയി നോക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും പോയി നോക്കിയപ്പോൾ ഈ ആദിത്യൻ്റെ 2 സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഇദ്ദേഹം തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന, അപ്പോൾ ഭാര്യയായിട്ട് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം, തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന ഭാര്യയെ വിളിക്കാതെ സുഹൃത്തുക്കളെ ഫോൺ ചെയ്ത് പറഞ്ഞു എനിക്ക് വയ്യ, നിങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുഹൃത്തുക്കള് ഈ മോനും കൂടെ താങ്ങി പിടിച്ചത് കൊണ്ടായിരുന്നു അവർ ഈ ആദിത്യനെ പിടിച്ചോണ്ട് നിന്നിരുന്നത്. പക്ഷെ മോന് ഈ സുഹൃത്തുക്കളെ നോക്കാൻ വേണ്ടി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഇവർക്ക് ബാലൻസ് കിട്ടിയില്ല. അങ്ങനെ ആദിത്യൻ ഇവരെ കയ്യിൽ നിന്ന് നിലത്ത് വീണു. അപ്പൊ സുഹൃത്തുക്കൾ റൂമിലേക്ക് കയറി വന്നപ്പോൾ അവർ കാണുന്നത് ആദിത്യൻ നിലത്ത് വീണ് കിടക്കുന്നു. ഈ സ്ത്രീ ആദിത്യന്റെ ഭാര്യയായ രോണു ഇത് തീരെ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സുഹൃത്തുക്കൾ തീർച്ചയായും തെറ്റിദ്ധരിച്ചു. ഇനി അതിന്റെ സത്യാവസ്ഥ, ഇത് റോണു എന്ന് പറയുന്ന ആദിത്യന്റെ വൈഫിന്റെ വേർഷനാണ്. അപ്പോൾ സുഹൃത്തുക്കള് ഇദ്ദേഹത്തിനെ കണ്ടു, ഇദ്ദേഹത്തിനെ എടുത്തു, താങ്ങിയെടുത്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഇവര് ഈ ഭാര്യയും കുട്ടികളും കൂടെ പോയില്ല. അപ്പോൾ സുഹൃത്തുക്കൾ ആരോപിക്കുന്നത് ആദിത്യൻ തീരെ വയ്യാതെ നിലത്ത് കിടന്നിട്ടും രോണു തീരെ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയപ്പോഴും രോണു കൂടെ വരാൻ തയ്യാറായില്ല എന്നാണ്. രോണു പറയുന്നത് എൻ്റെ വീട്ടിൽ കുട്ടികൾ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ കൂടെ പോവാത്തതെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ കുട്ടികൾ ഒറ്റയ്ക്കായതുകൊണ്ടായിരിക്കാം. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷെ വേണമെങ്കിൽ അവർക്ക് കുട്ടികളെയും കൂട്ടി ഈ കാലത്ത് തന്നെ പോവായിരുന്നു എന്നൊരു വെർഷനും കൂടെ ഉണ്ട്. എന്തായാലും ആദിത്യൻ അത് അറ്റാക്ക് ആയിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന്റെ ബോഡി കാണാൻ വൈഫ് വന്നിട്ടുള്ള ഒരു കരച്ചിൽ അങ്ങനത്തെയൊക്കെ നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടതാണ്. അങ്ങനെ കഴിഞ്ഞുപോയി. പിന്നീട് ഈ രോണു ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരുപാട് കടബാധ്യത അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. അവർക്ക് പല ഭാഗത്തു നിന്നും സഹായം കിട്ടി. അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഈ ആദിത്യം മരിച്ച സമയത്ത് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിപ്പിയും പ്രൊഡ്യൂസർ രഞ്ജിത്ത്, അവർ രണ്ടുപേരായിരുന്നു ഇതിന് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ കുട്ടികളുടെ പഠനത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രോണു ഒരു വട്ടം ഈ ചിപ്പിയെ കണ്ടിട്ട് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ ചിപ്പി പറഞ്ഞു പഠിത്തത്തിൻ്റെ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് 2 തവണ ചിപ്പി ഈ കുട്ടികളുടെ ഫീസ് അടച്ചു. പിന്നീട് ചിപ്പി ഫീസ് അടച്ചില്ല. അത് രോണു കുറ്റപ്പെടുത്തി പറയുന്നില്ല, എന്നാൽ കുറ്റപ്പെടുത്തുന്ന പോലെ പറയുന്നുണ്ട്. അവർ പിന്നെ അടച്ചില്ല, അങ്ങനെ ഒരുപാട് തവണ പറയുന്നുണ്ട്. എന്തായാലും പിന്നീട് ചിപ്പി സഹായങ്ങളൊന്നും കൊടുത്തില്ല. ഈ കുട്ടികളുടെ പഠനം, വീടിന്റെ ബാധ്യത, വീട് കെട്ടാൻ വേണ്ടി എടുത്ത ലോണ് എല്ലാം വർദ്ധിച്ച് 19 ലക്ഷം രൂപ കടത്തിലേക്ക് ഈ കുടുംബം പോയി. അപ്പോൾ ഇവര് സഹായം കിട്ടിയില്ല എന്നുള്ള പോലെ കുറെ പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിൽ ഇടണ്ടായി. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവര് ഈ ഇന്റർവ്യൂ കൊടുത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവരുടെ ഒരു വേർഷൻ കേട്ടത് കൊണ്ട് നമുക്കിതിലിപ്പോൾ ഒരു സുചിത്ര നായർ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തെറ്റ് ചെയ്തു, ഇവർ ഭർത്താവിനെ കൂടുതൽ സ്നേഹിച്ചിരുന്നു, പക്ഷെ ആളുകൾ തെറ്റിദ്ധരിച്ചാണ്, സ്നേഹമില്ല, അങ്ങനെയൊക്കെയുള്ള വെർഷനാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് വെച്ചാലും നമുക്കതിപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്ത്, ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ മരിച്ചുപോയാൽ അദ്ദേഹം ഒരുപാട് കടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടങ്ങൾ മുഴുവൻ ഈ സോഷ്യൽ മീഡിയ ചേർന്ന് വീട്ടണം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന പോലെയാണ്. ഏത് കുടുംബത്തിലൊരാൾ മരിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ, ഇപ്പൊ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മരിച്ചുപോയി വെച്ചാൽ സർക്കാർ ജോലി കൊടുക്കുക, 10 ലക്ഷം രൂപ കൊടുക്കുക, വീട് വെച്ചു കൊടുക്കുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു രീതി. ഇപ്പൊ സിനിമാ രംഗത്തെയോ സീരിയൽ രംഗത്തെയോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആ സംഘടനകളൊക്കെ കൂടെ ചേർന്ന് കടം വീട്ടി കൊടുക്കുക, ആ സംഘടനകളൊക്കെ കൂടെ ചേർന്ന് വീട് വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് ജോലിയോ അല്ലെങ്കിൽ തുടർന്ന് അഭിനയിക്കാനാണെങ്കിൽ അഭിനയിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ ചാനലുകളിലാണെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റത്തേക്ക് നമ്മൾ മാറി വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ രോണുവിൻ്റെ കേസ് കേൾക്കുമ്പോഴും നമുക്ക് തോന്നുക, ഇപ്പോൾ നമ്മൾ ഇത്തരം ആളുകളെ സഹായിക്കാനും നമ്മൾ ഒരു അടി പിന്നോട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രേണുസുതി കാരണമെന്ന് പറയാം. സുതി മരിച്ച സമയത്ത് അവർ കാണിച്ച ഒരുപാട് വിഷമങ്ങൾ, പിന്നീട് അവർക്കൊരു വീട് വെച്ചു കൊടുക്കുന്നു, അവരെ സഹായിച്ച എല്ലാ ആളുകളെയും അവർ സമൂഹത്തിൽ തുറന്ന് നാണം കെടുത്തി തൊലിയുരിച്ച് നിർത്തുന്ന ഒരു അവസ്ഥ വരുന്നു. അവർക്ക് വീട് വെച്ച് കൊടുത്ത ആളെ, മതിൽ കെട്ടിക്കൊടുത്ത ആളെ, അവരെ എന്തെങ്കിലും വിധത്തിൽ സഹായിച്ച ആളുകളെ ഒക്കെ അവർ ആക്ഷേപിക്കുകയാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരാൾക്കൊരു സഹായം കൊടുക്കാൻ, ഇപ്പം ഇവരൊക്കെ നിന്ന് ഈ സഹായം
കൊടുക്കാന്ന് പറഞ്ഞൊരു കൂടെ പിൻവലിയാൻ ഒരു പരിധിവരെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാരണമാവാറുണ്ട് തോന്നുന്നു. എന്തായാലും ആ ഒരു വ്യക്തി വളരെ വിഷമത്തോടു കൂടിയാണ് അവർ ആ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ എന്താണ് സത്യം എന്നറിയില്ല. നമുക്ക് സുചിത്ര നായരുടെ ഭാഗത്താണോ സത്യം, രോണുചന്ദ്രന്റെ ഭാഗത്താണോ സത്യം, അല്ലെങ്കിൽ മരിച്ചുപോയ ആദിത്യന്റെ ഭാഗത്താണോ സത്യം, സുഹൃത്തുക്കൾ പറയും, ഒന്നും നമുക്കറിയില്ല. കാരണം നമ്മൾ ഇവരെയൊന്നും വ്യക്തിപരമായിട്ട് അറിയുന്നതല്ല. എന്നാലും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്കൊരു ഭയം തോന്നും. ഇത് നമ്മളെ ഒരു സപ്പോർട്ട് നല്ലത് രീതിയിൽ സഹായിച്ചു കഴിയുമ്പോൾ, മറ്റുള്ളവർ സഹായിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ, അരയെ ചുറ്റിയ അരഞ്ഞാണം പാമ്പായി മാറിയെന്ന്, അതുപോലത്തെ അവസ്ഥയായിട്ട് മാറുന്നരുത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ രോണുവിനൊന്നും സഹായിക്കാന്ന് പറഞ്ഞവർ പോലും ഒരു സ്റ്റെപ്പ് പുറകോട്ട് നിൽക്കുന്നത്. ഇപ്പൊ അവര് സഹായിച്ചവരെയൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, അവരുടേതായ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് സഹായിക്കാത്തവരെ വരെ അവർ ചെറിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ പിന്നീടുള്ള കാലത്തും അപ്പോൾ വലിയ സഹായം കൊടുത്തു കഴിഞ്ഞാലും പിന്നീട് സഹായം കൊടുത്തില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തില്ല, അങ്ങനെയും പറയാൻ പറ്റില്ല. ഇപ്പൊ സുചിത്ര നായരുടെ വേർഷൻ എന്താന്ന് നമുക്കറിയില്ല. സുചിത്ര നായരുമായിട്ട് ആദ്യത്തിനുണ്ടായിരുന്ന റിലേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവര് പറയുമ്പോൾ ഇവരെല്ലാ സെറ്റുകളിലും പോകുന്നു, എപ്പോഴും ആദ്യത്തിന്റെ കൂടെ നിൽക്കുന്നു, ആദ്യത്തിനെ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നു, മോണിറ്റർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവര് കുറച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ വ്യക്തിക്ക് മാനസികമാണോ, ഇപ്പൊ ചോദ്യം ചോദിക്കുന്ന ആള് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വട്ടാണ് അല്ലെങ്കിൽ മാനസികമാണ് എന്ന് പറഞ്ഞിരുന്നോ ചോദിക്കുമ്പോൾ, എന്നെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ആര് കൊണ്ടുപോയി, എന്ത് കൊണ്ടുപോയി എന്നൊന്നുമില്ല, അങ്ങനെ പോലും പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എല്ലാ വശങ്ങളും ഒന്നും നമുക്കറിയില്ല. ഇപ്പൊ ആകെ ഈ രോണുചന്ദ്രൻ പറഞ്ഞൊരു വേർഷൻ മാത്രമേ അറിയുള്ളൂ. ഇനിയിപ്പോ ആരോപിച്ചത് സുചിത്ര നായരെ കുറിച്ച്, സുചിത്ര നായരെയൊക്കെ അറിയുന്നുണ്ടായിരിക്കും, ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ള സുചിത്ര നായർ. അപ്പൊ ഇനി സുചിത്ര നായരുടെ ഒരു വേർഷൻ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ആദിത്യന്റെ ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ രംഗത്ത് വരുന്നുണ്ടായിരിക്കും. എന്തായാലും ഇതൊരു നമ്മൾ കുറച്ച് മുന്നോട്ട് ഒരു എപ്പിസോഡായിട്ട് കാണാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയായിരിക്കും. എന്തായാലും നമുക്കിത് കാത്തിരുന്ന് കാണാം അതിന്റെ അവസ്ഥ എന്താന്നുള്ളത്. അപ്പോഴേ നമുക്കിതൊരു എന്തായിരുന്നു എന്നുള്ള ഒരു ഇതിലെത്താൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ആദിത്യ എന്ന് പറയുന്ന വ്യക്തിയുടെ വാനമ്പാടി എന്ന് പറയുന്ന സീരിയലിലെ തന്നെ നായികയായിരുന്നു ഈ സുചിത്ര നായർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ അവിടുത്തെ മെമ്പേഴ്സിന് അതിൽ അഭിനയിച്ചിരുന്ന ആളുകൾക്ക് അവർക്കൊക്കെ അറിയുണ്ടായിരിക്കാം ഇതിന്റെ സത്യാവസ്ഥ. എന്തായാലും നമുക്കിതെല്ലാം കാത്തിരുന്ന് കാണാന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.